ഹായ് മക്കളെ, നീറ്റ് 2025 ഒരു കെമിസ്ട്രി ക്വസ്റ്റ്യൻ നോക്കിയാലോടാ. ഇഫ് ദ റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് എ റിയാക്ഷൻ ഇസ് 0.03 per second, കെമിക്കൽ കൈനറ്റിക്സിലെ ക്വസ്റ്റ്യൻ ആണ്. ഹൗ മച്ച് ടൈം ഡസ് ഇറ്റ് ടേക്ക് ഫോർ 7.2 mole per liter concentration of the reactant to get reduced to 0.9 mole per liter? And then the integrated rate equation for first order reaction, K is equal to 2.303 by T log R0 by R. K rate constant ആണ്, T time ആണ്, R0 initial concentration of reactant ആണ്, R concentration of reactant remaining at time T ആണ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. T is equal to T ആണ് കാണേണ്ടത്. K യുടെ വാല്യൂ എടുത്ത് തന്നിട്ടുണ്ട് 0.03 per second. ഫസ്റ്റ് ഓർഡർ ആണെന്ന് മനസ്സിലായത് തന്നെ. K യുടെ യൂണിറ്റ് പെർ സെക്കൻഡ് ആണ്. പെർ സെക്കൻഡ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് യൂണിറ്റ് ആണ്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ T is equal to 2.303 by K. T പുറത്തേക്ക് എടുത്തു, K ഇങ്ങോട്ട് എടുത്തു. Log R0 by R 7.2 divided by 0.9. ഇനീഷ്യലി ഉള്ളത് 7.2, ഇപ്പൊ ബാക്കിയുള്ളത് 0.9. അങ്ങനെയാണ് 7.2 by 0.9 എത്രയാണ്? 8 അല്ലേ? 72 by 9, 72 by 9 8 ആണ്. അപ്പൊ ലോഗിൻ്റെ ഉള്ളിൽ 8 എന്ന് വരും. ലോഗിനുള്ളിൽ 8 എന്ന് പറഞ്ഞാൽ 2 raised to 3 ആണ്. 2 raised to 3. Logarithm of m raised to n എന്ന n into log m ആണ്. So that can be written as 2.303 into 3 into log 2 divided by 0.03. ഈ 0.03 എന്ന് പറഞ്ഞാൽ 3 into 10 raised to -2 ആണ്. നമുക്ക് 3 കട്ട് ചെയ്യാം. ഇനി 2.303 into log 2 ഇല്ലേ, അതാണ് 0.693. നമ്മൾ ഹാഫ് ലൈഫിൻ്റെ ഒക്കെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ട്. സോ അത് 0.693 by 10 raised to -2. 10 raised to -2 മുകളിലേക്ക് വന്നാൽ 10 raised to 2. So it is 69.3. Option 1 is the right answer. Okay ആണോ?